അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കപ്പുച്ചിനോ ആണ് ഉണ്ടാക്കുന്നത്. കപ്പുച്ചിനോ നമ്മൾ പുറത്തു പോയിട്ടല്ലേ കഴിക്കാം, നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ബ്രൂ കാപ്പിപ്പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെസ്കോഫി എടുക്കാം. നെസ്കോഫി ആകുമ്പോൾ ഒരു തരി ഉണ്ടാവും, അത് പൊടിച്ചെടുക്കേണ്ടി വരും. ഇതിന് ഞാൻ 1/4 കപ്പ് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ കാപ്പിപ്പൊടി ഇളക്കുന്നത് അതേ പാത്രത്തിലെല്ലാം ഒരുപോലെ എടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അടിക്കാം. ഞാനിപ്പോൾ ഒരു ഹാൻഡ് ബീറ്ററാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലത്തെ വിസ്ക് ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് ചെയ്യാം. അപ്പം നല്ലപോലെ അടിച്ചെടുക്കുക. ഇത് ആദ്യം മെല്ലെ മെല്ലെ അടിച്ചെടുക്കാം. ഇത് ആയി വരുന്നുണ്ട്, കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. കണ്ടാ, ഇനി കുറച്ചും കൂടി അടിച്ചെടുക്കണം. കുറച്ച് ഇതിലൊക്കെ മിക്സ് ആയിട്ടുണ്ട്, നല്ലപോലെ അടിച്ചെടുക്കണം. എങ്ങനെയാണോ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുന്നത് ആ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്നില്ലേ, ആ ഒരു വിധത്തിലാണ് അടിച്ചെടുക്കേണ്ടത്. ഇലക്ട്രിക് ബീറ്ററോടാകുമ്പോൾ 3-3.5 മിനിറ്റ് കൊണ്ടാവും. ഇതായതുകൊണ്ട് 10 മിനിറ്റൊക്കെ വേണ്ടി വരും ഇത് അടിച്ചെടുക്കാൻ. കുറച്ച് ആയി വരുന്നുണ്ട്. എന്താ കപ്പിച്ചിനോൻ്റെ മിക്സ് നല്ലപോലെ അടിച്ചായിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നിറ്റാണ്ട് ഇതുപോലെയാണ് ആണ്ടത്, ഈ ഒരു പരുവത്തിലാണ് ആണ്ടത്. കപ്പിച്ചിനോ മിക്സ് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് ഒരാഴ്ചയൊക്കെ കേടുവരാതെ സൂക്ഷിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് ഉപയോഗിക്കാം. പാൽ മാത്രം ചൂടാക്കിയാൽ മതി. നല്ല അടുപ്പുള്ള കണ്ടെയ്നർ ആയിരിക്കണം, ഗ്ലാസിൻ്റെ ആയാലും ഏറ്റവും നല്ലത്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പാൽ മാത്രം ചൂടാക്കിയിട്ട് ഇതിൽ നിന്ന് ഇതിൻ്റെ മിക്സ് എടുത്ത് യോജിപ്പിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. കപ്പിച്ചിന് വേണ്ടുന്ന പാൽ ചൂടാക്കിയെടുക്കാം. നമുക്കൊന്ന് പാലിങ്ങനെ അടിച്ചെടുക്കാം, അപ്പോൾ ഒരു പത വരും. അപ്പോൾ ആ പത ഉണ്ടായാലും നല്ല രസമുണ്ടാകും കപ്പിച്ചിനെ കാണാൻ. നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ കുടിക്കുമ്പോൾ കാണുന്നില്ലേ, ഒരു മേലെ നല്ല പതയായിട്ട്. അപ്പോൾ ഈ പത നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിന് കപ്പിച്ചിനോ റെഡിയാക്കാം. അതിന് ഞാൻ ക്രീം ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ 1/3 ക്രീമും 2 ഭാഗം പാലുമാണ് ഇടേണ്ടത്. നിങ്ങൾ ഏത് കപ്പാണോ യൂസ് ചെയ്യുന്നത് അതിൽ 1/3 ക്രീം എടുക്കുക. ഒന്നിങ്ങനെ ഇതാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ കുറച്ച് മേലെ നിന്ന് ഒഴിച്ചു കൊടുക്കുന്നാൽ ആ പത അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഫുള്ള് ഒഴിച്ചു കൊടുക്കണ്ട, ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ക്രീം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് മെല്ലെ ക്രീം ഒഴിച്ച സ്പൂൺ കൊണ്ടുവന്ന് ഒന്ന് മെല്ലെ മിക്സ് ചെയ്യാം. മെല്ലെ വേണം മിക്സ് ചെയ്യാൻ. കുറച്ചും കൂടി ഇതിൻ്റെ മേലെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം ഞാൻ ഒരുപോലെയാണ് എല്ലാം എടുത്തിട്ടുള്ളത്, വെള്ളവും പഞ്ചസാരയും കോഫി പൗഡറും എല്ലാം. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. കപ്പച്ചിനോ റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പ് കാലത്തൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. ചൂടുള്ള നമ്മൾ പുറത്തൊക്കെ പോയി വന്നാൽ എന്തെങ്കിലും ചൂടുള്ള കുടിക്കണമെന്നെല്ലാം തോന്നും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കുടിക്കാം. പാൽ മാത്രം ചൂടാക്കിയാൽ മതി. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.